ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വേദ സാക്ഷി പറയാനായിട്ട് കൂട്ടിലേക്ക് കയറുന്നുണ്ട്. കൂട്ടിലേക്ക് കയറുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ ശങ്കരനാരായണൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വേദ വിക്രം എന്ന് പറയാത്തത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റെക്കോർഡിലൊക്കെ വേദ ശങ്കരനാരായണനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭർത്താവിന് ഇഷ്ടമില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഭർത്താവ് അങ്ങനെയൊന്നുമില്ല, ഭർത്താവിനൊന്നും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭർത്താവിന് എതിരെ സാക്ഷി പറയാൻ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അത് ഞാൻ കണ്ടുകൊണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെ കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന സമയത്താണ് കാണുന്നത്. അമ്പലത്തിൽ പോയി ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്താണ് വിക്രം അയാളെ നല്ല ക്രൂരമായി മർദ്ദിക്കണം, കല്ലുകൊണ്ട് എടുത്ത് എറിയുന്നത് എല്ലാം അവൾ ഓട്ടോയിൽ ഇരുന്ന് ഒക്കെ കണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ കോടതി പറയുന്നുണ്ട്, മറ്റേ വക്കീലിനോട് ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും പറയാണ്ടോ ചോദിക്കുന്നുണ്ടാവും. അയാൾ പറയുന്നുണ്ട് ഇല്ല, ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, എന്നാൽ ഈ കോടതിയിലെ കേസ് അടുത്ത 26-ാം തീയതിയിലേക്ക് മാറ്റണു എന്നൊക്കെ പറഞ്ഞിട്ട് 26-ാം തീയതിയിലേക്ക് കേസ് മാറ്റി വെക്കണം. പിന്നെ എല്ലാവരും കാണിക്കണം, എല്ലാവരും കോടതി വിട്ട് പോകുന്നുണ്ട്. കോടതി വിട്ട് പോകുന്ന സമയത്ത് മറ്റേ ശ്രീനിവാസൻ സാറോട് കമല ഒരുപാട് കരഞ്ഞ് പറയുന്നുണ്ട്, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, എൻ്റെ മകനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇതുവരെ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ മകനെ ഇതൊന്നും എങ്ങനെയെങ്കിലും ഊരിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കമല ശ്രീനിവാസൻ സാറോട് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം വരുന്നുണ്ട്, പോലീസുകാർ കൊണ്ടുവരുന്നുണ്ട്. അവൻ പറയേണ്ട അമ്മോട്, അമ്മ വിഷമിക്കേണ്ട, ഞാൻ വരും അമ്മേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും റിലീസായി വരുന്നു പറയണ്ട. അതിനെങ്ങനെ നിൻ്റെ ഭാര്യയല്ലേ സാക്ഷി പറഞ്ഞത്, എങ്ങനെ പിന്നെ നീ വരിക, അവളാണെങ്കിൽ ആ സാക്ഷി അങ്ങനെ ഉറപ്പിച്ചിട്ടല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ നീ വരിക, അതൊന്നും അമ്മ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ സാറിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട്. വിക്രം പോകുമ്പോൾ നേരെ കാണുന്നത് അവൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ കൂട്ടുകാരന് അവളൊപ്പം രാജേട്ടൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞോടാ, നീ എന്തിനാ വേദോടെങ്കിലും സത്യം പറഞ്ഞൂടെ, എന്നാൽ അന്ന വേദ എങ്ങനെയെങ്കിലും ഇതൊന്നും രക്ഷിക്കില്ല, അവൾ ഒരിക്കലും സാക്ഷി പറയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എന്താ വെച്ചാൽ അവൾ എൻ്റെ അനിയത്തിയെ പോലെയാണ്, ഞാൻ അവളുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കില്ല. കാരണം ഞാൻ രാജേട്ടന് ഓർമ്മയില്ലേ, ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ചെറുപ്പത്തിൽ കിടക്കുന്ന സമയത്ത് അയാളായിരുന്നു ബാലസാറായിരുന്നു അവിടുത്തെ പോലീസുകാർ. അപ്പോൾ എന്നെ ഒരിക്കലും ഒരു കുറ്റവാളിയായിട്ട് കണ്ടിട്ടില്ല, എന്നെ എൻ്റെ സ്വന്തം മകനെ പോലെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ നന്ദി ഒരിക്കലും കാണിക്കില്ല. അവർ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞത് അത് ആരോടും പറയരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആരോടും മുന്നിൽ അവരെ കാട്ടിക്കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും പോലീസുകാരൻ അവിടെ നിന്ന് വന്നിട്ട് പോലീസുകാരൻ പറഞ്ഞിട്ട്, നിന്ന് വണ്ടിയിൽ കയറി പോവുക, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണം പോലും കണക്ക് കിട്ടില്ല, അവിടെ പോയി ആ സമയത്ത് നിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിനക്കിന്ന് വെള്ളിയാഴ്ചയാണ്, ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ വണ്ടിയിൽ. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കമല പിന്നെ ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമലയും അവിടുന്ന് യാത്ര പോകുന്നുണ്ട്. ആ സമയത്ത് വേദയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്, കമല ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് വേദയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ കമല അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല ഓട്ടോയിൽ ചെന്ന് വീട്ടിലിറങ്ങണതാണ്. മാഷ് ചെടികളൊക്കെ നനയ്ക്കുകയാണ്. കമല ഓട്ടോയിലൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയിട്ട് നേരെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും ചോദിക്കേണ്ട എന്തായി കേസ്. അപ്പോൾ ശ്രീജയടുത്തി ഭർത്താവിനോട് പറയുന്നുണ്ട്, ഒന്നായില്ല, വിക്രത്തിനെ റിമൈൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ നന്ദിനി അവിടേക്ക് വരുന്നത്. നന്ദിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജയടുത്തി പറയുന്നുണ്ട്, ഒന്നും ഉണ്ടായിരിക്കുമോ നന്ദിനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ ഉണ്ടാതിരിക്കുന്നത്, ഞാൻ അപ്പളേ നിങ്ങളോട് പറഞ്ഞു ഇവിടേക്ക് കയറി വന്നത്, വേദവിടേക്ക് കയറി വന്നത് വിക്രത്തിനെ കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. അതാ നാവ് എടുത്ത് പറഞ്ഞില്ല, അപ്പോഴേക്ക് അതാ കയറി വരുന്നു, അവളോട് ദേഷ്യപ്പെടി എന്ന് പറയുന്നുണ്ട്. എന്തായാലും വേദ ആ സമയത്ത് അവിടേക്ക് കയറി വരുന്നുണ്ട്. വേദ കയറി വരുന്ന സമയത്ത് പറയുന്നുണ്ട്, നന്ദിനി അവിടെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇനി പുറത്തേക്ക് നീ ഈ വീട്ടിനുള്ളിൽ ഒരിക്കലും കയറാൻ പാടില്ല, ഇവിടെ നിൽക്കാനുള്ള ഒരു അധികാരം ഉണക്കില്ല, നീ ഭർത്താവിനെ കുടിക്കില്ല, പിന്നെ എന്തിനും ഇവിടേക്ക് കയറി വരണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതമല്ലേ നശിപ്പിച്ച, അതിനെ നന്ദിനി എടുത്തേക്ക് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേദ പറയുന്നുണ്ട്, എൻ്റെ ജീവിതമുള്ള കാലം മുഴുവൻ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേ ജീവിക്കും, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരിക്കലും തള്ളിക്കളയില്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേദ നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇവിടെ കയറാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഇവിടെ നിന്ന് പോയിക്കോ, നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ കയറാൻ സമ്മതിക്കില്ല, എന്നാൽ അത് പറഞ്ഞാൽ പോരെ, നന്ദിനി എടുത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിൽക്കണ്ടേന്ന് വേദ പറയുന്നുണ്ട്, ഞാൻ അമ്മയാണ് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഒന്നും മുണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ അമ്മ മുണ്ടാതെ നിൽക്കണം, അതിൻ്റെ അർത്ഥം അമ്മയ്ക്ക് നീ ഇവിടെ നിൽക്കണ്ടെന്ന് മൗനം സമ്മതമാണ്, നീ കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവളെ ഇറക്കി വിടാൻ നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മാഷ് കയറി വരുന്നത്. മാഷ് പറഞ്ഞു, ആര് പറഞ്ഞു അവളൊന്നും മുണ്ടാതെ നിൽക്കുന്ന സമയത്ത് വേദ കയറി വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന്, അവൾക്ക് ഇഷ്ടം ഉണ്ടാവുകൊണ്ട് ചിലപ്പോൾ മിണ്ടാതിരുന്നൂടെ കമലയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോണ്ട്, മാഷ് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, വേദോട് പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാ മോളെ, ആൾക്ക് ഇവിടേക്ക് കയറിപ്പോ, നീ ഉള്ളിലേക്ക് കയറിപ്പോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ വേഗം കമലയെ ഒന്ന് പിടിക്കുന്നുണ്ട്. ആ കമലയെ പിടിക്കുന്ന സമയത്ത് കമലയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവൾ വേഗം അവളുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്തായാലും വേദ വല്ലാത്ത വിഷമത്തിൽ ഉള്ളിൽ പോയിട്ട് അവിടെ പോയിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാനുള്ളത് നമ്മുടെ വേദയുടെ ഏട്ടനും ഏടത്തിയമ്മയും കൂടി വേദേനെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. നന്ദിനിയോട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവളെ പുറത്തേക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിന് ജയിലിൽ
ജയിലിൽ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ജയിലിൽ കാണാൻ പോകുമ്പോൾ വിക്രത്തിനെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ പറയുന്നുണ്ട്, അവൾ വേദ എങ്ങനെയെങ്കിലും സാക്ഷി മാറ്റി പറയാതിരിക്കാമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ ഒരു താലിയുടെ ബലത്തിൽ വേണ്ടിയിട്ട് അവൾ വീട്ടിലേക്ക് കയറി വന്നത്, അത്രയും വാശിയുള്ള അവൾ ഒരിക്കലും അവൾ സാക്ഷി മാറ്റി പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല വേദ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിക്ക് ജീവപര്യന്തം തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ കാണില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് അപ്പം ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് വേദന ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.